രാഹുൽ രാജ് എന്ന് പറയുന്നവൻ വലിയ കൊടിമൂത്ത സഖാവാണ്. അദ്ദേഹം ബാലസംഘത്തിന്റെ പ്രവർത്തകനായിരുന്നു. SFIയുടെ ജില്ലാ സമ്മേളനങ്ങളിൽ അല്ലെങ്കിൽ പ്രാദേശികമായി CPMന്റെ സമ്മേളനങ്ങളിലെല്ലാം നിരന്തരം പങ്കെടുക്കുന്ന വായിക്കത്തെടുത്ത് തുപ്പിക്കിട്ട് ലാസ്റ്റ് വന്ന് വായോണ്ട് എടുത്തിട്ട് തുപ്പി എട്ടാണ് എനിക്ക് കുടിക്കാൻ. കോട്ടയം നഴ്സിംഗ് കോളേജിൽ നടന്ന റാഗിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അതിന്റെ ഒരുപാട് നമ്മൾ അത്രയും എന്താ പറയാ നമ്മളെയൊക്കെ വേദനിപ്പിച്ച ആ ഒരു രംഗവും അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കാണാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു വിഷ്വൽസും ആണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും വിഷമിച്ച് അത്രയും മോശം രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ട്, അതായത് അതിന്റെ പ്രതികളും കാര്യങ്ങളൊക്കെ പറയുന്ന അവരുടെ സീനിയേഴ്സ് ആയിട്ടുള്ള 5 പേര് അറസ്റ്റ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നടന്നായിരുന്നു. എല്ലാവരും കമന്റ് ബോക്സിലാണെങ്കിലും എന്റെ കമന്റ് ബോക്സിലാണെങ്കിലും ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ എല്ലാവരും ഒറ്റ സ്വരത്തില് പറഞ്ഞൊരേ കാര്യമേ ഉള്ളൂ, അവർ പുറത്തു വരരുത്. അതായത് പുറത്ത് വരികയാണെങ്കിൽ തന്നെ ആ രീതിയിൽ കൈകാര്യം ചെയ്യണം. അതായത് അതേ രീതിയിലുള്ള ഒരു വൈകാരികമായിട്ട് എല്ലാവരെയും ഒരുപോലെ ആ ഒരു വീഡിയോ പോലും നമ്മളെ ആ ഒരു റാഗ് ചെയ്ത ഒരു വീഡിയോ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ ഇമോഷണലാക്കി കളഞ്ഞു. അത്രയും നമ്മൾ വൈകാരികമായിട്ട് തളർത്തിക്കളഞ്ഞൊരു സംഭവമായിരുന്നു ഈ ഒരു കോട്ടയത്തെ നഴ്സിംഗ് കോളേജിലെ റാഗിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റാഗിങ് കേസ് പുറത്തു വന്നതിൽ പിന്നെ ഒരുപാട് കാര്യങ്ങൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ വയനാട്ടിലെ സിദ്ധാർത്ഥ് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പം ഒരു വർഷമായിട്ടും നമുക്കറിയാം അതിന്റെ കേസുകളും കാര്യങ്ങളൊക്കെ എവിടെ വരെ എത്തി നിൽക്കുന്നു. അതിലെ കുറ്റവാളികളായിട്ടുള്ള കുട്ടികൾ എന്ന് പറയാൻ പറ്റത്തില്ല, കുറ്റവാളികള് പഠിക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി അടക്കം അനുവദിച്ചു കൊടുക്കുകയും പിന്നീട് സിദ്ധാർത്ഥിന്റെ അച്ഛനും അമ്മയും ഇതിന് പുറകെ കോടതി വഴി പോയിട്ടാണ് വീണ്ടും അതിന് സ്റ്റേയും കാര്യങ്ങളൊക്കെ ആയിട്ടും അത് നിർത്തലാക്കിയത്. അതായത് കുറച്ച് നാളുകള് പത്രമാധ്യമങ്ങളിലും കാര്യങ്ങളിലൊക്കെ ഇത് വരികയും പിന്നീട് ഭയങ്കര കേസായിട്ട് നിൽക്കുകയും എല്ലാവരും ചർച്ച ചെയ്യുകയും ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞ് ആ ഒരു കേസ് അതിന്റെ രീതിയിൽ മുങ്ങിപ്പോയി കുറ്റവാളികൾ രക്ഷപ്പെട്ട് അവർക്ക് നല്ല രീതിയിൽ പഠിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്ന വാർത്തയാണ്. ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം അതിന് ഒരു വർഷമായ ഒരു സമയത്ത് തന്നെയാണ് ഈ ഒരു റാഗിങ് കേസ് വന്നത്. അത്രയും മോശം രീതിയിൽ വിഷ്വൽസ് അടക്കം നമ്മൾ ഞെട്ടിച്ചു അല്ലെ. അപ്പോൾ അങ്ങനെയൊരു സിറ്റുവേഷനിൽ അത് കഴിഞ്ഞ് 2 ദിവസം 2-3 ദിവസം പോലും ആയില്ല. അതിനു മുൻപ് ഇപ്പൊ കാര്യവട്ടത്ത് തിരുവനന്തപുരം കാര്യവട്ടത്ത് അതുപോലെ തന്നെ ഉള്ള കേസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയിട്ടുള്ള ന്യൂസ് ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കാണാം. തിരുവനന്തപുരം കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ റാഗിംഗ് നടന്നതായി കണ്ടെത്തി. 1ാം വർഷ ബിരുദ വിദ്യാർത്ഥി നൽകിയ പരാതിയെ തുടർന്ന് ആന്റി റാഗിംഗ് കമ്മിറ്റി നടത്തിയ അന്വേഷണത്തിലാണ് കണ്ടെത്തൽ. CCTV ദൃശ്യങ്ങളും സാക്ഷിമൊഴികളും ലഭിച്ചു. അപ്പോൾ ആ കുട്ടി അതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. ഞാനും എൻ്റെ കൂട്ടുകാരൻ അഭിഷേകം കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ സീനിയർ പയ്യന്മാർ നമ്മൾ തടഞ്ഞു നിർത്തി അടിക്കുമായിരുന്നു. അടിയിലിടയ്ക്ക് അഭിഷേകാണെങ്കിൽ ഇവിടെ ഓഫീസ് റൂമിലോട്ട് ഓടിപ്പോയി. അപ്പം ഞാൻ അവിടെ ഒറ്റയ്ക്കായി പോയി. അപ്പം എന്നെ അവർ കുറേ അടിച്ച്. അത് കഴിഞ്ഞിട്ട് ഒരു വേലു എന്ന് പറഞ്ഞ ഒരാൾ എന്നെ യൂണിറ്റ് റൂമിൽ കൊണ്ട് നിർത്തിയിട്ട് എന്നെ മുട്ടുകുത്തിരുത്തിയിരുന്നു. അത് കഴിഞ്ഞിട്ട് മറ്റേ ക്രിക്കറ്റിൻ്റെ സ്റ്റമ്പൊക്കെ പിടിച്ച് വെച്ചിട്ട് എന്നെ അടിക്കുമെന്നാണ് പറഞ്ഞത്. ഇരുന്നില്ലെങ്കിൽ അടിക്കുമെന്ന് പറഞ്ഞ് എന്നിട്ട് ഒരു അടി തന്നു, കവലത്തൊരു അടി തന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം ചോദിച്ചു, തൊണ്ടാണ്ട് വെള്ളം ചോദിച്ചപ്പോൾ എല്ലാവരും പുറത്തിറങ്ങിയിട്ട് വെള്ളം ഒരു ചേട്ടൻ ഇങ്ങനെ പാവല്ലേ കൊടുക്കാന്ന് പറഞ്ഞ് ഒരു കുപ്പി വെള്ളം കൊണ്ട് തന്നു. അങ്ങനെ അത് വേലെന്ന് പറഞ്ഞാൽ പകുതി കളഞ്ഞിട്ട് വാണ്ട് തുപ്പി വായിക്കത്തെടുത്ത് തുപ്പിക്കിട്ട് ലാസ്റ്റ് വന്ന് വായോണ്ട് എടുത്തിട്ട് തുപ്പി എട്ടാണ് എനിക്ക് കുടിക്കാൻ തന്നത്. ഞാനാണെങ്കിൽ കുടിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പകുതി കുടിച്ചിട്ട് തുപ്പാൻ വേണ്ടി വന്നപ്പോൾ തുപ്പിയ അടിക്കുമെന്ന് പറഞ്ഞു, തലയടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞു. അത്രയും മോശം രീതിയിൽ അതിൽ എടുത്തു പറയേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. SFI എന്ന് മെയിൻ ആയിട്ടൊരു വിഷയം, SFI എന്ന് പറയുന്ന ഒരു മെയിൻ ആയിട്ടൊരു വിഷയം ഇതിൻ്റെ അകത്ത് എല്ലായിടത്തും നമ്മൾ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. ഇവിടെയും SFIയുടെ യൂണിറ്റ് റൂമിലാണ് കൊണ്ടുപോയിട്ട് അത് ഇടിമുറിയാക്കിയിട്ടാണ് തല്ലിയെന്നാണ് പറയുന്നത്. അത് വേറെ വീഡിയോയിലും കാര്യങ്ങളിലൊക്കെ അവർ പറയുന്നതായിട്ട് കണ്ടു. നമുക്ക് എന്തായാലും ബാക്കിയോട് കേൾക്കാം. എന്നിട്ടാണെങ്കിൽ ഞാൻ കുടിച്ചത്, എന്നിട്ടാണെങ്കിൽ എന്നെ അവിടെ ഇരുത്തിയിരുന്ന് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് വിട്ടത്. ആ കുട്ടിയുടെ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയും കൊണ്ടുപോയിട്ട് ഇടിമുറിയാക്കിയിട്ട് അവിടുന്ന് അടിക്കുന്നത് കൂടാതെ വെള്ളം ഒരാൾക്ക് സഹതാപം തോന്നിയിട്ട് അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരാൾ വെള്ളം കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പം ആ വെള്ളത്തിൽ കുറച്ചെടുത്തിട്ട് മറിച്ചിട്ട് അതിൻ്റെ അകത്ത് തുപ്പിയിട്ടിട്ട് അത് നിറച്ച് കൊടുക്കുവാണ്. എന്നിട്ട് അത് കുടിക്കത്തില്ല. ഈ കുട്ടി കണ്ടു തുപ്പിയിട്ടത്. അത് കണ്ടിട്ട് കുട്ടി കുടിക്കില്ല എന്ന് പറയുമ്പോൾ അത് ഇവനെ കൊണ്ട് കുടിപ്പിച്ചു. ഇത് പറയുമ്പോൾ ആ കുട്ടിക്ക് അത്രയധികം ഉള്ളിൽ വേദനയുണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ കുട്ടി എത്രത്തോളം മാനസിക വിഷമത്തോടു കൂടിയാണ് അത് പറയുന്നത്. പറയാതിരിക്കാൻ വയ്യല്ലോ, അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. കാരണം ആ കുട്ടി അപ്പോൾ അനുഭവിച്ചിട്ടുള്ള ഒരു മാനസിക വിഷമം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അത് കുടിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. എങ്ങോട്ടാണ് നമ്മുടെ നാടിന്റെ പോക്ക്?
ഇതിൽ നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ കോട്ടയത്തുള്ള നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിയിലെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രതി ആണ് രാഹുൽ രാജ് എന്ന് പറയുന്ന ഡിവൈഎഫ്ഐ ഇല്ല SFIയുടെ മെയിൻ ആയിട്ടുള്ള നേതാവ്. ഇപ്പോഴും SFI പറയണത് ഞാൻ പല ഇതിൻ്റെ അകത്തും കേട്ടത് ഞങ്ങളുടെ നേതാവേ അല്ല എന്ന് പറഞ്ഞിട്ട് തള്ളി പറയണത് കണ്ടായിരുന്നു. ഞങ്ങളുടെ നേതാവേ അല്ല എന്ന്, ഇവർക്കൊരു ബന്ധമില്ല, SFIയുടെ നേതാവേ അല്ല ഇയാളെന്ന്. പക്ഷേ ഇൻസ്റ്റാഗ്രാം എടുത്ത് പരിശോധിച്ചാൽ ഞാൻ വ്യക്തമായിട്ട് ഇവിടെ വീഡിയോസും കാര്യങ്ങളും വെക്കാം, നിങ്ങളൊന്ന് നോക്കിയാൽ മതി. കറക്റ്റായിട്ട് SFIയുടെ എല്ലാ പരിപാടിക്കും എല്ലാ പ്രോഗ്രാമിനും കൃത്യമായിട്ട് മുൻപിൽ നിന്നിട്ട് SFIന്റെ എന്താ പറയുക ജാഥയ്ക്ക് പോകുന്നതും അതുപോലെ തന്നെ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതും ആരാണ്? ഈ രാഹുൽ രാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഞാനിവിടെ ഒരു വീഡിയോ വെക്കാം, നിങ്ങളതൊന്ന് നോക്കുക. ഞാനിവിടെ വെച്ച ആ ഒരു വീഡിയോ, അതുപോലെ ഞാൻ ഒരുപാട് ഫോട്ടോസ് വെക്കാം. ആ ഒരു വ്യക്തിയുടെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരുപാട് ഫോട്ടോസ് മൊത്തം SFI ആണ്. എന്നിട്ടാണ് ഈ ഒരു വ്യക്തി ഇവര് വന്നിട്ട് പറയുന്നത് SFIയുമായിട്ട് ഒരു ബന്ധമില്ല. അപ്പോൾ അവിടെ കാണുന്നതൊക്കെ വെറും മായാജാലമാണ്. എനിക്ക് മനസ്സിലാകാനായിട്ട് ചോദിക്കുവാണ്. അതുപോലെ തന്നെ ഇതിനെ പറ്റിയിട്ട് നമ്മുടെ KSUവിന്റെ ഒരു നേതാവ് പറയുന്നുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, എനിക്ക് പ്രത്യേകിച്ച് പാർട്ടിയും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ എടുത്ത് നമ്മൾ KSUവിൻ്റെതും ഇതുപോലെ തന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയാറുണ്ട്. SFIൻ്റെതാണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരുന്ന സമയത്ത് കറക്റ്റ് ഏത് പാർട്ടിയാണെന്ന് പറഞ്ഞ് വിമർശിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഒരു പാർട്ടിയോടും വിരോധമോ കാര്യങ്ങളോ ഇല്ല, പക്ഷെ മുൻപിൽ കാണുമ്പോൾ നമ്മൾ പ്രതികരിക്കും. വിദ്യാർത്ഥി സംഘടനയാണെങ്കിൽ വിദ്യാർത്ഥി പക്ഷം നിലപാടുകളുമായി നിങ്ങൾ മുന്നോട്ട് പോവുക. ഇത്തരം വൃത്തികെട്ട പ്രവർത്തികൾ, രാഹുൽ രാജ് എന്ന് പറയുന്നവൻ വലിയ കൊടിമൂത്ത സഖാവാണ്. അദ്ദേഹം ബാലസംഘത്തിന്റെ പ്രവർത്തകനായിരുന്നു. SFIയുടെ ജില്ലാ സമ്മേളനങ്ങളിൽ അല്ലെങ്കിൽ പ്രാദേശികമായി CPMന്റെ സമ്മേളനങ്ങളിലെല്ലാം നിരന്തരം പങ്കെടുക്കുന്ന ഒരു വ്യക്തി തങ്ങളുടെ പാർട്ടിക്കാരനല്ല എന്ന് SFI സംസ്ഥാന സെക്രട്ടറിക്ക് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. SFI സംസ്ഥാന സെക്രട്ടറിയുടെ മനോനില പോലും പരിശോധിക്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ആ രാഹുൽ രാജ് എന്ന് പറയുന്നവന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലും ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലൂടെ മുഴുവൻ പരതി കഴിഞ്ഞാൽ ചുമലല്ലാതെ മറ്റൊരു കൊടി കാണാൻ സാധിക്കുന്നില്ല. അച്ഛൻ സഖാവിനോടൊപ്പം അല്ലെങ്കിൽ മറ്റ് സഖാക്കളോടൊപ്പം മറ്റേ സമ്മേളന വേദിയിൽ SFI കമ്മിറ്റി വേദികളിൽ എന്നൊക്കെ പറഞ്ഞ് നിരന്തരമായി പോസ്റ്റുകൾ ഇടുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ വർദ്ധിച്ചു വരുന്ന ഈ റാഗിങ്ങിനെ തടയിടാൻ ഈ വിദ്യാർത്ഥി സംഘടനകളെല്ലാം മുന്നോട്ട് വരേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി KSU മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഒരുപോലെ നിന്നിട്ട് ഇതിനു വേണ്ടിയിട്ട് മുൻപോട്ട് വരണം. അതായത് ഇതിൽ മെയിൻ ആയിട്ട് SFI എന്ന് പറയുന്നത് നമുക്കറിയാം. ഇവിടെ ഭരിക്കുന്ന സംഘടന ഏതാണ്? ഇവിടെ ഭരിക്കുന്ന ഭരണാധികാരികൾ ഏത് സംഘടനയിലുള്ളതാണ്? അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, കഴിഞ്ഞ വീഡിയോയിലും ഞാൻ ചോദിച്ചൊരു കാര്യമേ ഉള്ളൂ. ഭരിക്കുന്ന ആൾക്കാർ SFI ഞങ്ങളാണ് ഇവിടെ ഭരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് എന്തു ആകാം, അല്ലെങ്കിൽ SFIക്ക് എന്തു ആകാം ഇവിടെ എന്നുള്ള രീതിയിൽ വല്ല എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ ഉണ്ടോ? മുൻഗണനയുണ്ടോ? SFI ആണെങ്കിൽ ആരെയും കൊല്ലാം, SFI ആണെങ്കിൽ ആരെയും തല്ലാം, ആ രീതിയിൽ ഇവിടെ വല്ലതും എഴുതി വെച്ചിട്ടുണ്ടോ ആരെങ്കിലും? അല്ല, എനിക്കറിയാഞ്ഞിട്ട് ചോദിക്കുവാണ്. ഇവിടെയുള്ള പല റാഗിംഗ് കേസിന്റെയും എടുത്തു നോക്കുന്ന സമയത്ത് ഇവരുടെ പേരാണ് ഇപ്പം കോമൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇത് കാണുന്ന സമയത്ത് ഭരിക്കുന്നത് ആരാണ്? ഇവരുടെ ആൾക്കാരാണ്. ഇവിടെ ഇങ്ങനെയുള്ള ഇഷ്യൂസ് കാര്യങ്ങൾ വരുമ്പം ഇവരുടെ ഭാഗത്ത് നിന്നും നടപടികളും കാര്യങ്ങളും പ്രോപ്പറായിട്ട് എടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പൊതുജനങ്ങൾക്ക് അത്രയും സംശയം വരും. കാരണം ഇവിടെ ഭരിക്കുന്നത് നിങ്ങളാണ്, അതുപോലെ തന്നെ ഇവിടെയുള്ള ഇഷ്യൂസ് വരുന്നത് നിങ്ങളെ പറ്റിയിട്ടാണ്, അതിലൊക്കെ നിങ്ങൾ ഇൻവോൾവ് ആണ് പറയുമ്പോൾ എന്തായാലും പ്രോപ്പർ ആയിട്ടുള്ളൊരു നടപടിയും കാര്യങ്ങളും ഇത് മുങ്ങിപ്പോകാതെ നല്ല രീതിയിൽ എടുക്കുന്നുള്ളതിൽ എന്തുറപ്പ് നമുക്ക് പറയാൻ പറ്റും? SFI ഇനിയെങ്കിലും ഇത്തരമുള്ള റാഗിംഗ് പ്രവർത്തനങ്ങളെ ഓൺ ചെയ്യരുത്. അതിന്റെ വിദ്യാർത്ഥി വളരെ അതിക്രൂരമായിട്ടുള്ള പീഡനമാണ് ഈ നഴ്സിംഗ് കോളേജിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. എന്നിട്ട് പോലും അതിന് ഇവര് ഒരു പൊറാട്ട് നാടകം എന്നുള്ള രീതിയിലേക്ക് അവിടെ ഒരു സമരവുമായിട്ട് കടന്നു വന്നു. SFIയുടെ എത്ര ജില്ലാ നേതാക്കന്മാർ ആ സമരത്തിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ എത്ര സംസ്ഥാന നേതാക്കൾ? ഇത്ര വലിയ രീതിയിലേക്ക് ഇവർ റാഗിങ്ങിനെതിരെ പോരാട്ടം നടത്തുകയാണെങ്കിൽ SFIയുടെ ഏതെങ്കിലും ഒരു സംസ്ഥാന ഭാരവാഹി ആ സമരത്തിൽ പങ്കെടുത്തിരുന്നു? അങ്ങനെ വളരെ ലാഘവത്തോടു കൂടി ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന സമീപനം ഇനിയെങ്കിലും SFI അവസാനിപ്പിക്കണം. കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് SFI സ്പോൺസർ ചെയ്യുന്ന റാഗിങ് പൂർണ്ണമായ രീതിയിലേക്ക് അതിനെ തുരത്തണം. ഇല്ല എങ്കിൽ SFIനെ ആളുകൾ കേരളീയ പൊതുസമൂഹം കൈവയ്ക്കുന്ന സാഹചര്യത്തിലേക്കാണ് നിലവിലെ അവരുടെ പ്രവർത്തനങ്ങൾ. അതായത് ഇവർ പറയുന്നത് SFIന്റെ കുറച്ച് പ്രവർത്തനങ്ങളെ കുറിച്ചും അവരവിടെ ഒരു സമരമായിട്ട് വന്നിരുന്നു. ഇവരൊക്കെ ഇരിക്കുന്ന സമയത്ത് അതിൽ പ്രത്യേകിച്ച് വലിയ നേതാക്കളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ആളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമരമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇതില് എന്താ പറയേണ്ടത്, ഇതിൽ മെയിൻ ആയിട്ട് എല്ലാ സംഘടനകളും ഒരുപോലെ നിന്നിട്ട് ഈ റാഗിംഗ് എന്നൊക്കെ പറയുന്നത്, ഇതിനൊക്കെ എങ്ങനെയാണ് നമ്മൾ റാഗിംഗ് എന്നൊക്കെ പറയാൻ എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു മനുഷ്യനായിട്ട് ഒരു മനുഷ്യനെ എന്നല്ല, ഇപ്പൊ നമുക്ക് പുറത്തു വന്ന വിവരം അനുസരിച്ചിട്ട് ഒരുപാട് കുട്ടികളെയാണ് ഇവരിങ്ങനെ ചെയ്തേക്കുന്നത്.
ഇതിന് മുൻപുള്ള വർഷങ്ങളിലും ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് കോട്ടയത്തുള്ള ആ നഴ്സിംഗ് കോളേജിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഇങ്ങനെയുള്ള ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇതിനൊരു പ്രതിവിധി എന്താണ്? ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പരാതി പറയാനും ഒരു പരാതി സെല്ലും പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഇവിടെ വേണ്ടേ? അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പേടിച്ചിട്ട് അവർക്ക് പുറത്തു പറയാൻ പോലും പറ്റാത്തത്. ഹോസ്റ്റലിലാണെങ്കിലും കാര്യങ്ങളിലാണെങ്കിലും പ്രോപ്പറായിട്ട് ഇങ്ങനെയുള്ള കുട്ടികളെ നിൽക്കുന്ന സമയത്ത് എല്ലാ കുട്ടികൾക്കും അവരുടേതായ രീതിയിലുള്ള സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് സർക്കാർ ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും നോക്കണം. എല്ലാ കോളേജിലും അവരുടെ ഈ ഒരു പരാതി സെല്ല് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് അത് നടപ്പിലാക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെയും കൂടി നിയമിക്കുക. അതൊക്കെ ഉണ്ടെങ്കിലല്ലേ കാര്യമുള്ളൂ. അല്ലാതെ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കുട്ടികളുടെ, അതായത് എങ്ങനെയാണ് കുട്ടികളെയൊക്കെ ഹോസ്റ്റലിലേക്കും ഇങ്ങനെയുള്ള നഴ്സിംഗ് കോളേജുകളിലേക്കും, ഇങ്ങനെ നഴ്സിംഗ് കോളേജിൽ മാത്രമല്ല പല പല രീതിയിലുള്ള കാര്യങ്ങൾ പല കോളേജിലും നടക്കുന്നുണ്ടാവും. ഇപ്പൊ പുറത്തു വന്ന കാര്യങ്ങളാണിത്. അപ്പൊ എങ്ങനെയാണ് അച്ഛനമ്മമാർ കോളേജിലേക്ക് പിള്ളേരെ വിടുന്നത്, ഹോസ്റ്റലും കാര്യങ്ങളിലേക്കും? ഇപ്പം ഈ ഒരു ഇഷ്യൂ വന്നതോടുകൂടി എല്ലാവർക്കും അത്യാവശ്യം പേടിയായിട്ടുണ്ടാവും. അത്യാവശ്യം അത് കണ്ടവർക്ക് ആർക്കും ഒന്നും ഉറങ്ങാൻ കഴിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം, പാർട്ടിയും കാര്യങ്ങളും നോക്കാതെ ഈ ഒരു വിഷയത്തിൽ വ്യക്തമായിട്ടുള്ള നടപടികളും കാര്യങ്ങളും എടുക്കാൻ നോക്കുക. ഈ കാര്യവട്ടത്തെ ആണെങ്കിലും ഇപ്പം നമ്മുടെ കോട്ടയത്തെ ഇഷ്യൂ ആണെങ്കിലും ഈ വരുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെങ്കിലും പരമാവധി നടപടികളും കാര്യങ്ങളും എടുക്കണം. അതായത് ഈ കുട്ടികളുടെ ജീവന് ഭീഷണിയാണ്. ഇവിടെ ഒന്നും നടപടിയും കാര്യങ്ങളും ഒക്കെ എടുക്കാത്ത രീതിയിലേക്ക് പോയാൽ എന്താണ് ഇവിടെ സംഭവിക്കുക? ആർക്കും ഒരു പേടിയില്ല. കൊലയും നമുക്കറിയാം. 2025 തൊട്ട് നമ്മൾ കാണുന്നതാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന്. അപ്പൊ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ മെയിൻ ആയിട്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായം, ഇതിൽ മെയിൻ ആയിട്ട് വേണ്ടത് നിങ്ങളുടെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിനെ കുറിച്ച് പറയാനുള്ള എന്ത് അഭിപ്രായമാണെങ്കിലും താഴെ കമന്റ് ചെയ്യുക.